യുവാസിലേക്കും ഡോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഒരാണെങ്കിൽ എമ്പുരാൻ ടീസർ റിയാക്ഷൻ. ലൈഫിൽ അടുത്ത ടീസർ റിയാക്ഷൻ ആണ് ഗൈസ്. അപ്പം അപ്പം എൻ്റെ ഈ ഫോണിലാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണത്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയെടുക്കാം. എങ്ങനെയുണ്ടെന്ന് കണ്ടാണ് കാരണം ലാലേട്ടൻ്റെ ലുക്ക് വൈസ് എങ്ങനെയുണ്ട് നോക്കണം വൈസ്. കാരണം അത്രയും ഇതൊന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റാർട്ടായി. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്തും. കുറിച്ച് സംസാരിക്കണം, അതാണ് ഗൈസ് നല്ലത്. ഇതൊന്നും കാണട്ടെ. റവീനാസ് ലുക്ക് വൈസ് ഗുഡ്. ഓക്കെ, ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ആക്ച്വലി സലാർ മൂവിയിൽ പൃഥ്വിരാജിൻ്റെ കൊച്ചിലത്തെ വേർഷൻ അഭിനയിച്ച കൊച്ചാണ്. രാജേട്ടാ നല്ലൊരു ഇതായിരുന്നു, ഒരു തീരുമാനമായിരുന്നു. ആ ഒരു സലാർ നല്ലൊരു അഭിനയിച്ചിട്ടുള്ള അപ്പോൾ എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, സോറി ഫോർ ദാറ്റ്. ഓക്കെ, നല്ലൊരു ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പ്. सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. സത്യമായിട്ട് കാരണം സ്വാഗുണ്ട് ലാലേട്ടനത്ത്. എനിക്ക് സ്വാഗുണ്ട്. ആ സ്വാഗിൽ തന്നെ ഒരു പൃഥ്വിരാജത്തെ നല്ല യൂസ് ചേർത്തുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy. ഫ്രെയിംസ് ഇനി ഫ്രെയിംസ് വരാൻ പോണേ ഉള്ളൂ. സത്യം ഫ്രെയിം ആഡ് ചെയ്ത് ഇതാണ് ചെറിയ പടം. എന്താ is a friend. Zaid.
Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. Prithviraj is the upcoming legend ആവാൻ പോകുന്ന നടനാണ്. ലാലേട്ടൻ is legend. ലാലേട്ടൻ and മോഹൻലാൽ is a legend. മോഹൻലാൽ, മമ്മൂക്ക, these two legends. എൻ്റെ ട്വിസ്റ്റ് ഉണ്ട് പടത്തിൽ തന്നെ, എനിക്കൊന്നും പറയാനായിട്ടില്ല, കണ്ടു നോക്കണം. ഇത് തിയേറ്ററിൽ കാണുവാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. പക്ഷെ എൻ്റെ ഫീലുകളുടെ ഇത് കിട്ടുന്നത് ഈ ട്രെയിലറുണ്ട്. എനിക്കൊന്നും പറയാനായിട്ടില്ല സത്യം. ഇത് വെരി എനിക്ക് അങ്ങോട്ട് നോക്കുന്നതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. അപ്പം ഞാൻ ഒരു ചെറിയൊരു മിറർ സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്താൽ അതിനകത്ത് നോക്കിയാൽ വീഡിയോ എടുക്കുന്നത് പേഴ്സണലി പറയുകയാണെങ്കിൽ അങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ഫ്രെയിമാണ് ഇത്. But answer this one question. Who are you really? Lucifer. പൈസ കാണാനല്ല എനിക്ക് ഐമാക്സ് ഓഫ്കോഴ്സ് ഒരു 24 ഒക്കെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 3:50 വരെ റെക്കോർഡിങ് പറഞ്ഞിട്ട് ഓക്കെ. ഇനി ഫോൺ വെച്ച് കുറച്ചുകൂടെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാം. മുടിയൊക്കെ ഒരുമാതിരി ആയിട്ടിരിക്കും. ഞാൻ ലൂസിഫർ കുറേ വട്ടം കണ്ടു പഠിക്കുക, ടി വിയിൽ കാണും, OTT കാണാൻ പറ്റുക. ഞാൻ ഒരു പടം കാണും, ലൂസിഫറിൻ്റെ തെലുങ്ക് ചിരഞ്ജീവിക്കാരുടെ പടം. എൻ്റെ ഫോണും ഗൈസ് എൻ്റെ ഐഫോണാണ് വീഡിയോ കണ്ടു, ഫിലിം കണ്ടു. ആ ടൈമിൽ എനിക്ക് ഈ ഒരു ഫോൺ ഇല്ലായിരുന്നു. ഈ ഒരു ഫോണില്ല കണ്ടു. എൻ്റെ ഇടയ്ക്ക് എത്തിയപ്പോൾ ഭയങ്കര ഒരു വെള്ളത്തെ ഫീലിംഗ് ആയിരുന്നു. പല കൊടുത്തു പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഒരുമായിട്ട് അറബിയിൽ പരുവത്തിലാക്കി എന്താണ് ഏത് വെച്ചിരിക്കുന്നത് ആ പടത്തിൽ തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആങ്കർ 5 വട്ടം ലൂസിഫർ കണ്ട വ്യക്തിയാണ്. എൻ്റെ ആങ്കർ പറയാനായിട്ട് 5 വട്ടം കണ്ടപ്പോൾ 5 ദിവസം ഞാൻ ലൂസിഫർ എന്നെ പോലെ ജാൻ സാഡിക് ഫിലിം കണ്ടൊരു വ്യക്തിയാണ്. മീൻസ് ലൂസിഫർ ഒരിക്കലും റീമേക്ക് ചെയ്ത് ഇപ്പം ഭയങ്കര ടഫുള്ള കാര്യമാണ്. കാരണം പൃഥ്വിരാജായിട്ട് എടുത്തൊരു ഹ്യൂജ് ഇതോ ഫണ്ടല്ല, റിസ്ക് ഉണ്ട്. അതിൻ്റെ മേക്കിംഗ് ലെവൽ ഇസ് എ ഗുഡ്. വെയിറ്റ് ഫോർ ദിസ് മൂവി. എനിക്കൊന്നും പറയാനായിട്ടില്ല. ഈ ഒരു പടം ഒരു വേറെ ലെവൽ പടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പോവുക 26-ാം തീയതിയാണ്. ഇപ്പം ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് 20-ാം തീയതി.
20 തീയതി ആയി. ഇന്ന് മറ്റേ ലൂസിഫർ റിലീസ് ചെയ്തു. അപ്പം ഫണ്ടാണ് ഇഷ്യൂ. എംബ്രാൻ ഇസ് ഗോട്ട് വാച്ചിങ് തിയേറ്റർ. ലൂസിഫർ തിയേറ്റർ ആവേണ്ട വിഷമമുണ്ട്. ഇന്നുണ്ട് എംബ്രാൻ ഈസ് ഫ്രിക്കിംഗ് മൂവി ഗൈസ്. കൊണ്ട് ബൈ ഗൈസ്, ഈ ഒരു വീഡിയോ വെച്ച് എൻ്റെ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് പറ്റും. ബെല്ലൈക്കൺ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്യുക. ഫ്യൂച്ചർ വീഡിയോസൊക്കെ പറഞ്ഞായിരിക്കും. എൻ്റെ വ്ളോഗിങ് ചാനൽ തന്നെ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട ഷെയർ സബ്സ്ക്രൈബ്.